ദൈവ സാന്നിധ്യത്തിൻ്റെ മനുഷ്യ രൂപങ്ങൾ. സഞ്ജു, MS ധോണി, മേരി കോം തുടങ്ങിയ ബോളിവുഡിലെ ജീവചരിത്ര ബയോപിക് സിനിമകൾക്ക് ശേഷം തുഷാർ ഹിരൺദാനിൻ്റെ സംവിധാന മികവിൽ ഇറങ്ങി മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെയും ജീവിത പോരാട്ടങ്ങളെയും അതിജീവനത്തിൻ്റെയും മനോഹരമായ ഫ്രെയിമുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഹിന്ദി ചിത്രമാണ് ശ്രീകാന്ത്. 1992 ആന്ധ്രാപ്രദേശിലെ മച്ചിലി പട്ടണത്തിൽ ജനിച്ച കാഴ്ചവൈകല്യമുള്ള വ്യവസായിയും ബോലൻഡ് ഇൻഡസ്ട്രീസിൻ്റെ സ്ഥാപകനുമായ ശ്രീകാന്ത് ബോലയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഇറക്കിയ ഒരു സിനിമ. ഇരുൾ മൂടിയ തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ യുവാവ് അമേരിക്കയിലെ MIT നിന്ന് ബിരുദം നേടുന്നതും തുടർന്ന് ബോലൻഡ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം തുടങ്ങി വിജയിക്കുന്നതും എന്നുള്ളതുമാണ് ഈ സിനിമ. അച്ഛൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് ഞാൻ, പക്ഷേ ആ കൃഷ്ണമണിക്ക് കാഴ്ചയില്ലായിരുന്നു എന്ന വാചകത്തോടെ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്ന ശ്രീകാന്തിനെയാണ് സിനിമയുടെ തുടക്കത്തിൽ നാം കാണുന്നത്. കൂട്ടുകാരേക്കാൾ പഠനത്തിൽ കേമനായിരുന്നു ശ്രീകാന്ത്. ഒരിക്കൽ ആലുവായ കൂട്ടുകാരൻ ശ്രീകാന്തിനെ മർദ്ദിച്ചതിന് ശേഷം കയ്യിൽ ഒരു നാണയത്തൊട്ട് കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട്, നീ പോയി തെണ്ടിക്കോ എന്ന്. അന്ധനെ യാചിക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന പരമ്പരാഗത സാമൂഹിക ചിന്താഗതി മാറ്റി വരച്ചുകൊണ്ട് എനിക്ക് യാചകനാകേണ്ട എന്ന് പറഞ്ഞ് ഇച്ഛാശക്തിയോടെ ജീവിതത്തിൽ മുന്നേറുന്ന ശ്രീകാന്തിന് ജീവിതത്തിൽ തടസ്സങ്ങൾ ഏറെയായിരുന്നു. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ നിയമപരമായി പോരാടി കാഴ്ച പരിമിതർക്കും ശാസ്ത്ര വിഷയങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തുവാനുള്ള അനുമതി നേടിയെടുക്കുന്ന ശ്രീകാന്തിനെയാണ് പിന്നീട് നാം കാണുന്നത്. ഒരു വ്യക്തിയുടെ വൈകല്യത്തെ കഴിവുകേടായി കാണുന്ന സമൂഹത്തിൻ്റെ പ്രതിബിംബങ്ങളുടെ മുൻപിൽ പ്രതിരോധത്തിൻ്റെ മതിലുകൾ തീർത്ത് തൻ്റെ ആഗ്രഹത്തിൻ്റെ കൊട്ടാരം കെട്ടുകയാണ് ശ്രീകാന്ത്. APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന സമയത്ത് യുവജനങ്ങൾക്കായി നടത്തിയ ലീഡ് ഇന്ത്യ മൂവ്മെന്റ് എന്ന പരിപാടിയിൽ യുവജനങ്ങൾ തങ്ങളുടെ വിവിധങ്ങളായ ജീവിത ലക്ഷ്യം പറയുന്നുണ്ട്. ആ സമയത്ത് അന്ധനായ ശ്രീകാന്ത് തൻ്റെ ജീവിത ലക്ഷ്യമായി പറയുന്നത് തനിക്ക് ഇന്ത്യയിലെ ആദ്യ കാഴ്ച വൈകല്യമുള്ള പ്രസിഡന്റ് ആകണമെന്നാണ്. ഇത് സൂചിപ്പിക്കുന്നത് എന്തും ഏതും കഠിന പ്രയത്നത്തിലൂടെ പൊരുതി നേടുവാനുള്ള ഒരു മനസ്സ് അവനുണ്ട് എന്നതാണ്. ശ്രീകാന്തിൻ്റെ വിജയഗാഥ അവൻ്റെ മനക്കരുത്ത് മാത്രമല്ലെന്നും അവനോട് സഹാനുഭൂതിയും അവൻ്റെ കഴിവിൽ വിശ്വാസവുമുള്ള ആളുകളിലൂടെ രൂപപ്പെട്ടതാണെന്നും നാം കാണുന്നുണ്ട്. എന്നും അവൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ചില വ്യക്തികളിലൂടെ നമുക്ക് സിനിമയിൽ കാണാം. ആൽക്കമിസ്റ്റ് എന്ന നോവലിൽ പൗലോ കൊയ്ലോ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ അത് നേടാൻ നിങ്ങളെ സഹായിക്കുന്നതിന് പ്രപഞ്ചം തന്നെ ഗൂഢാലോചന നടത്തുന്നു. ശ്രീകാന്തിലെ വൈകല്യത്തെ കാണാതെ അവൻ്റെ കഴിവുകളിൽ വിശ്വസിച്ച് പ്രപഞ്ചത്തോടൊപ്പം അവന് വേണ്ടി ഗൂഢാലോചന നടത്തിയവരാണ് ദേവിക ടീച്ചറും രവിയും സ്വാതിയുമൊക്കെ. ദേവിക ടീച്ചർ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ദേവിക ടീച്ചർ ശരിക്കും അവൻ്റെ ജീവിതത്തിൽ വലിയ കരുത്തും കരുതലുമായിരുന്നു എന്ന് പ്രേക്ഷകന് മനസ്സിലാകും. ബ്ലൈൻഡ് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശ്രീകാന്തിന് ടീച്ചർ അഭയം നൽകുകയും പാഠങ്ങൾ കാസറ്റ് റെക്കോർഡ് ചെയ്ത് കേൾവിയുടെ സാധ്യതയിലൂടെ സാധാരണ സ്കൂൾ വിദ്യാഭ്യാസം നൽകുകയും അവനെ കഴിവുള്ളവനാക്കുകയും ചെയ്യുന്നു. ശ്രീകാന്തിൻ്റെ ജീവിതത്തിൽ രവിയുടെ സ്വാധീനവും വളരെ വലുതായിരുന്നു. സുഹൃത്തായും സഹോദരനായും ബിസിനസ് പങ്കാളി എന്ന നിലയിലും മറ്റാരും ശ്രീകാന്തിനെ വിശ്വസിക്കാതിരുന്നപ്പോൾ രവി ശ്രീകാന്തിനെ വിശ്വസിക്കുകയാണ്. അവൻ്റെ ആഗ്രഹത്തിനൊത്ത് അവനെ സംരംഭകനാക്കി. ശ്രീകാന്തിൻ്റെ വിജയത്തിൽ രവി ഒരിക്കലും തൻ്റെ പങ്ക് ആവശ്യപ്പെടുന്നുമില്ല. ശ്രീകാന്തിന്റെ പ്രണയിനിയായിരുന്ന സ്വാതി
ശ്രീകാന്ത് എന്ന അന്ധനെയല്ല സ്നേഹിച്ചിരുന്നത്, മറിച്ച് ശ്രീകാന്തിലെ യഥാർത്ഥ പുരുഷനെയാണ്. ദേവിക ടീച്ചർ, രവി, സ്വാതി ഇവർ മൂവരും ശ്രീകാന്തിന്റെ ജീവിതത്തിൽ അവനെ ശക്തനാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യങ്ങളായിരുന്നു. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും, ഫിലിപ്പി 4:13 എന്ന ദൈവവചനം നമുക്ക് നൽകുന്ന പ്രത്യാശയും അതുതന്നെയാണ്. പൊരുതുവാൻ മനസ്സുള്ളവന് പൊരുതു നേടാൻ ശക്തനാക്കുന്ന ദൈവിക സാന്നിധ്യങ്ങളായി ചിലർ മനുഷ്യർ കൂടെ നിൽക്കും. നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവിക സാന്നിധ്യങ്ങളെ തിരിച്ചറിയാം. അപരന്റെ ജീവിതത്തിൽ അവന്റെ വളർച്ചയിൽ ദൈവത്തിന്റെ സാന്നിധ്യങ്ങളായി നമുക്ക് മാറുകയും ചെയ്യാം.